നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ അല്ലെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും ഭഗവാനെ ഋഷികേശ എന്ന് സംബോധന ചെയ്തത് കേട്ടിട്ടുണ്ടല്ലേ? ഋഷികേശൻ. ഉം. എന്തുകൊണ്ടാണത് ഋഷികേശൻ? എന്തിനാണ് ഋഷികേശ എന്ന് ഭഗവാനെ വിളിക്കാൻ കാരണം? ആർക്കും അനക്കമില്ലേ? ഋഷികേശൻ അല്ലേ? എന്താണ് ഋഷികേശൻ എന്ന് വെച്ചാല് ഇന്ദ്രിയങ്ങളുടെ നാഥൻ, ഇന്ദ്രിയങ്ങളുടെ ഉടമസ്ഥൻ, യജമാനൻ. പിന്നെയോ നാരദ പഞ്ചരാത്രം, അതായത് പാഞ്ചരാത്രത്തിൽ പറയുന്നുണ്ട് എന്താണ് ഭക്തി എന്നാല് ഋഷികേശ സേവനം എന്നാണ് അർത്ഥമാക്കുന്നത്. ഏ, ഋഷികേശ സേവനം. ഋഷികേശൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ. ആ ഭഗവാനെ സേവിക്കുക, അല്ലാതെ ഇന്ദ്രിയങ്ങളെ സേവിക്കുക എന്നുള്ളതല്ല എന്ത് ഈ ഋഷികേശ സേവനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പല സ്ഥലങ്ങളിലും എവിടെ ഈ ഭഗവത്ഗീതയില് അർജുനനെ ഉപദേശിക്കുന്ന സമയത്ത് ഋഷികേശൻ എന്ന് പറയുന്നത്. കാരണം ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്. അവിടെ അർജുനൻ എന്താണ്? ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ആ ഒരു പേര് പറയുന്നത്. അപ്പം ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്, നമ്മുടെ എല്ലാം ഇന്ദ്രിയങ്ങളുടെ യജമാനനാണ് ആര്? ഭഗവാൻ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സേവനം ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതിന്റെ പുറകെയാണ് നമ്മൾ. പക്ഷെ അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആ ഇന്ദ്രിയങ്ങളുടെ യജമാനനെ സേവിക്കാൻ നമ്മൾ മറക്കുന്നു. അപ്പം ഭക്തി എന്ന് പറയുന്നത് നാരദീ പഞ്ചരാത്രത്തിൽ പറയുന്നതാണ്. നാരദ പഞ്ചരാത്രത്തില് ഋഷികേശ സേവനം എന്നാണ് പറയുന്നത്. ഋഷികേശ സേവനം ഭക്തിർ ഉച്യതേ. ഭക്തി എന്നാൽ ഇന്ദ്രിയങ്ങളുടെ യജമാനനായിട്ടുള്ള ഋഷികേശനെ സേവിക്കുക എന്നുള്ളതാണ്. പലരും പറയാറുണ്ട് ഇത് ഭഗവാൻ അധാർമികനാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം എന്താണ്? ഇതിന്റെ എല്ലാം യജമാനനാണ്. ഏ ഈ ശരിയായ രീതിയിൽ ഭഗവത്ഗീതയും ആധ്യാത്മികതയും പഠിക്കാത്തവരാണ് എന്ത് പറയുന്നത്? ഭഗവാൻ അധാർമികനാണ് എന്ന് പറയുന്നത്. ആ യുദ്ധക്കളത്തിൽ മരിച്ചു വീണവരുടെയൊക്കെ യജമാനാരാ? ഭഗവാനാ. അവരുടെ ഇന്ദ്രിയങ്ങളുടെ യജമാനാരാണ്? ഭഗവാനാണ്. എതിർസ്ഥാനത്ത് നിൽക്കുന്നവരുടെ യജമാനാരാണ്? അതും ഭഗവാനാണ്. അപ്പം അദ്ദേഹം ഭഗവാൻ എന്ന് പറയുന്നത് എന്താ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവർക്കാണ് എന്ത് ബ്രഹ്മചാരി ആവുന്നവർ, അല്ലെ? ബ്രഹ്മചാരി എന്നൊക്കെ പറയുന്നത്. അപ്പം ഏറ്റവും വലിയ ബ്രഹ്മചാരി എന്ന് പറയുന്നത് ആരാണ്? ഭഗവാനാണ്. അത് രാജസൂയ യജ്ഞത്തിൽ വെച്ചിട്ട് ഭീഷ്മദേവൻ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്ത്? ഏറ്റവും വലിയ ബ്രഹ്മചാരി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ അറിയാവുന്ന ഏറ്റവും വലിയ ബ്രഹ്മചാരി ആരാ? ഭീഷ്മദേവനാണ്, അല്ലെ? നമുക്കറിയാം സത്യവതിയുടെ പിതാവിന് അദ്ദേഹം കൊടുക്കുന്ന വാക്കാണ് എന്ത്? ആ ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. കഥകൾ നമുക്കറിയാവുന്നതാണ്. എന്താണ് കഥ? ഭീഷ്മദേവന്റെ പിതാമഹൻ ആരാണ്? പേര് ശന്തനു. ശന്തനു മഹാരാജാവിന് ആരിലാണ്? ആ സത്യവതിയിൽ, മുഖ്യസ്ത്രീയായിട്ടുള്ള സത്യവതിയില് ആകൃഷ്ടനാവും. എങ്ങനെയാണ്? നമുക്കറിയാം ഈ മുഖ്യസ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാജാവിന്റെ പേര് മറന്നുപോയി. ഒരു രാജാവിന്റെ ബീജത്തിൽ നിന്നുണ്ടാവുന്ന കുട്ടിയാണ്. ആ ബീജം ഒരു മത്സ്യത്തിന്റെ വയറില് പോകുന്നതാണ്. അങ്ങനെയാണ് ഈ സത്യവതി ജനിക്കുന്നത്. അല്ലാതെ ശരിക്കും ഒരു എന്താണ്, ഒരു മുഖ്യസ്ത്രീ അല്ല. അങ്ങനെ ഈ ശാന്തനു മഹാരാജാവിന് ഈ സത്യവതിയിൽ ആകർഷനാവും. സത്യവതിയില് ആകർഷനാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ സത്യവതിയുടെ അച്ഛൻ, പിതാവ് പറയും, ശാന്തനു മഹാരാജാവ് പറയും, എനിക്ക് അവരെ വിവാഹം കഴിച്ചു തരണം. അപ്പം ആ പിതാവ് പറയും കഴിയില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? കാരണം നിങ്ങൾക്കൊരു മകനുണ്ട്. അവരുടെ കാൽക്കുലേഷൻ നോക്കിക്കോണം. നിങ്ങൾക്കൊരു മകനുണ്ട്, അല്ലേ? ഭീഷ്മദേവൻ. ആരാണത്?
ശാന്തനു മഹാരാജാവിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ഗംഗാ മാതാവിൽ നിന്നും ഗംഗാ മാതാവിൽ ഉണ്ടായതാണ് ആര്? ഈ ഭീഷ്മദേവൻ. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം ഉത്കണ്ഠപ്പെടുന്നതിന് കാരണമുണ്ട്. കാരണം എന്താണ്? ഈ സത്യവതിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാലും ആ സത്യവതിക്കുണ്ടാകുന്ന മക്കൾ ആരും തന്നെ രാജാവാകുകയില്ല. ആരായിരിക്കും രാജാവാകുന്നത്? ആദ്യ ഭാര്യയിലുണ്ടായ, അല്ലെ ഗംഗാമാതാവിൽ ഉണ്ടായിട്ടുള്ള ആരാണ്? ഭീഷ്മദേവനാണ്. അപ്പം ഈ ഗംഗാമാതാവിൽ എത്രയാണ്? 7 പേരോ എങ്ങാണ്ടാണ്, 7 കുട്ടികളെങ്ങാണ്ടാണ് ഉണ്ടായത്. അപ്പം ആ കുട്ടികളില് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ശേഷിക്കുന്ന ഏക മകൻ ആരാണ്? ഭീഷ്മദേവനാണ്. അപ്പം ഈ ഗംഗാമാതയെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവരൊരു കരാർ വെക്കും. അദ്ദേഹം ആ സൗന്ദര്യത്തില് ആകർഷനാണ് ആരുടെ? ഗംഗാമാതാവിന്. അങ്ങനെ വിവാഹം കഴിക്കാം. പക്ഷെ എന്താണ്? അവർ എന്ത് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യരുത്. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്താണ്? അവിടുന്ന് ഞാൻ പോകും എന്നുള്ള ഒരു കണ്ടീഷനിലാണ് എന്ത്? വിവാഹം കഴിക്കുന്നത് തന്നെ. അങ്ങനെ വിവാഹം കഴിയും. വിവാഹശേഷം എന്താണ് ചെയ്തത്? ആ ജനിക്കുന്ന കുട്ടികളെ എല്ലാം എന്ത്? കൊണ്ടുവന്ന് വെള്ളത്തിലെറിയുകയുണ്ടായി. അല്ലെ? ആ വെള്ളത്തില് ഉപേക്ഷിക്കും. ഇതെല്ലാം പുറകെ പോയിട്ട് ശാന്തനു മഹാരാജ് ഇതെല്ലാം കാണും. അങ്ങനെ ഈ ഭീഷ്മദേവൻ ജനിച്ചു കഴിയുമ്പോഴാണ് എന്ത്? അതേപോലെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് ശാന്തനു മഹാരാജാവ് തടഞ്ഞിട്ട് പറയും, പറ്റില്ല, ഇവനെ കൊല്ലാൻ പറ്റില്ല, അല്ലെ? ഇവനെ ജലത്തില് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്ന് പറയും. ഇത്രയും നാളും ചെയ്തു, ഇനി നടക്കില്ല എന്ന് പറയുന്ന സമയത്ത് എന്ത് പറയും? ഗംഗാമാത പറയും, നമ്മൾ ഇത്രയും നാളുള്ള നമ്മുടെ കരാറ് ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത്, നിനക്ക് പോകാം, എനിക്ക് മകനെ തരാൻ. അങ്ങനെ അതിനിടയ്ക്ക് കുറെ കഥകളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ എന്താണ്? ആ ആദ്യ ഭാര്യ പോയതിനു ശേഷം പിന്നെ ഭാര്യ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്ത്? വീണ്ടും സത്യവതിയെ കാണുന്നു, അല്ലെ? മത്സ്യഗന്ധ മാത്രം, അല്ലെ? എന്താണ്? സുന്ദരിയായിട്ടുള്ള ആ ഒരു സ്ത്രീയെ ശാന്തനു മഹാരാജ് കാണുന്നത്. അങ്ങനെ അദ്ദേഹം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കും. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ സത്യവതിയുടെ അച്ഛൻ പറയുന്നത്, ഇല്ല, എന്റെ മകളെ വിവാഹം ചെയ്ത് തരുകയില്ല. കാരണം നിനക്കൊരു മകനുണ്ട്, അതും പ്രായപൂർത്തിയായ മകൻ. അവനായിരിക്കും രാജാവാകുന്നത്. അതിനാല് എന്താണ് പറയാ? എന്റെ മകളെ കെട്ടിയാലും നിനക്കതൊരു വേലക്കാരി അല്ലെങ്കിൽ വെപ്പാട്ടിയുടെ സ്ഥാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോരുന്ന സമയത്ത് ഭീഷ്മദേവന് മനസ്സിലാകും എന്ത്? അച്ഛൻ എന്തോ ദുഃഖമുണ്ട്, ഇതാണ് കാരണം. സത്യവതിയെ വിവാഹം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദുഃഖത്തിന്റെ കാരണം. അങ്ങനെ ഭീഷ്മദേവൻ എന്ത് ചെയ്യും? ആ പിതാവിന്റെ അടുക്കൽ ചെയ്യും. ആരുടെ? സത്യവതിയുടെ അച്ഛന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, എന്ത്? നിങ്ങളുടെ മകളെ അച്ഛന് വിവാഹം ചെയ്തു കൊടുക്കണം. ഞാൻ രാജാവാകുമെന്ന് നീ കരുതണ്ട. ഞാൻ ഒരിക്കലും രാജാവാകുകയില്ല. നിന്റെ മകളുടെ മകൻ മാത്രമേ എന്തുണ്ടാവൂ? രാജാവാകുകയുള്ളൂ. ഈ ഒരു വ്യവസ്ഥയില് അങ്ങയുടെ മകളെ ആർക്ക്? എന്റെ അച്ഛന് വിവാഹം ചെയ്തു കൊടുക്കാം. അപ്പോൾ അദ്ദേഹം തിരിച്ച് മറുപടി പറയും, എന്ത്? പിന്നെയും പറയും, എനിക്ക് കഴിയുകയില്ല. എന്തുകൊണ്ടാണ്? നീ രാജാവാകണമെന്നില്ല, പക്ഷേ നിന്റെ മകൻ വേണമെങ്കിൽ രാജാവാകാം. അപ്പൊ നോക്കിക്കോണം, ആ ഭൗതികമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ, എന്തെല്ലാം കണക്കുകൂട്ടലുകളോട് കൂടിയാണ് ഒരു മകളെ ഒരു അച്ഛൻ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോഴും നമുക്കറിയാം, അല്ലേ? എന്തെല്ലാം ഡിമാൻഡ് വെച്ചിട്ടാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. സർക്കാർ ജോലി വേണം, പട്ടാളക്കാരനായിരിക്കണം, എന്തെല്ലാം ഡിമാൻഡുകളാണ് വെക്കുന്നത്. അതുമാതിരിയാണ് അവിടെയും എന്ത്? നീ രാജാവാകണമെന്നില്ല, പക്ഷെ നീ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ നിനക്കും കുട്ടികൾ ഉണ്ടാവും. അപ്പം ആ കുട്ടികൾ ആരെങ്കിലും ആയിരിക്കും രാജാവാകുന്നത്. അപ്പോഴാണ് ഭീഷ്മദേവൻ പറയുന്നത്, ശപഥം ചെയ്യുന്നത് അച്ഛന് വേണ്ടിയിട്ട്, ഇല്ല,
ഞാൻ വിവാഹം കഴിക്കുകയില്ല. അങ്ങനെയാണ് ഭീഷ്മദേവൻ ഈ ബ്രഹ്മചാരിയായിട്ട് തുടരുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് എന്ത് വരുന്നത്? ഭീഷ്മർ എന്ന് പറയുന്നത്. ഭീഷ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉറച്ച തീരുമാനമുള്ളവർ, അല്ലെങ്കിൽ എന്തിലും ഉറച്ചു നിൽക്കുന്ന ആൾ, ഉറച്ചു നിൽക്കുന്ന വ്യക്തി എന്നാണ് ഭീഷ്മർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയാണ് ആ ബ്രഹ്മചാരിയായി തീരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പിതാവിന്റെ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് മകൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു, ആ ബ്രഹ്മചാരിയായി. അങ്ങനെയാണ് ആ ഒരു സംഭവമാണ് രാജസൂയ യജ്ഞത്തിൽ വെച്ചിട്ട് ഭീഷ്മദേവൻ പറയുന്നത്, കൃഷ്ണനേക്കാൾ മികച്ച ഒരു ബ്രഹ്മചാരി വേറെ ഇല്ല, ഈ ലോകത്തിലില്ല എന്ന്. എന്തുകൊണ്ടാ? ഗോപികമാരോടൊപ്പം ഉണ്ടായിരുന്നു ഭഗവാൻ, അല്ലേ? ഒരുപാട് സ്ത്രീകളോടൊപ്പം ഉണ്ടായിരുന്നു ഭഗവാൻ. എന്നിട്ട് പോലും അദ്ദേഹം ആ ബ്രഹ്മചാരിയായിട്ട് തുടർന്നു. ഒരിക്കലും എങ്ങും പറഞ്ഞിട്ടില്ല ഭഗവാൻ അവിഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലും പോയിട്ടുണ്ട് എന്ന്. എങ്ങും പറഞ്ഞിട്ടില്ല. രാസലീല എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. പക്ഷെ എന്താണ് ആ രാസലീല? അത് മന്ദബുദ്ധികൾക്ക് മനസ്സിലാവുകയില്ല, അല്ലെ? ഏത് പ്രായത്തിലാണ് അത് നടന്നത്, എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എന്നൊക്കെ. കൃഷ്ണൻ എന്ന് പറയുന്നത് തികഞ്ഞ ബ്രഹ്മചാരിയാണ്, ധീരനാണ്. ധീരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസ്വസ്ഥനാകാൻ വേണ്ടിയിട്ട് എന്ത് കാരണങ്ങൾ ഉണ്ടായാലും, അല്ലെ, വിഷമിക്കാനും സങ്കടപ്പെടാനും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിലൊന്നും കുതറാതെ കൂസാതെ അസ്വസ്ഥനാകാതെ നിൽക്കുന്നവനെയാണ് ധീരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനാണ് ഏറ്റവും വലിയ ബ്രഹ്മചാരി. ഭഗവാനും ഒരു ബ്രഹ്മചാരിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ യൗവന സമയത്ത് 15-16 വയസ്സുള്ള സമയത്ത് എല്ലാ ഗ്രാമ പെൺകുട്ടികളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരുന്നു. അവരോടൊപ്പം അദ്ദേഹം നൃത്തം ചെയ്തിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ അന്വേഷിച്ചു വരുമായിരുന്നു, സ്ത്രീകളെല്ലാം. അപ്പോഴും അദ്ദേഹം ബ്രഹ്മചാരിയായിട്ട് തുടർന്നു. എങ്ങും അദ്ദേഹം അവിഹിതമായിട്ടുള്ള ഒരു ബന്ധത്തിലും ഏർപ്പെട്ടതായിട്ട് കേട്ട് കേൾവി പോലും ഇല്ല. എവിടെയും ഒരു വിവരണവുമില്ല അതിനെക്കുറിച്ച്. അതിനാൽ ആണ് അദ്ദേഹം ഋഷികേശൻ എന്ന് പറയുന്നത്. ഋഷികേശൻ എന്നാല് പൂർണ്ണ ബ്രഹ്മചാരി എന്നാണ് അർത്ഥമാക്കുന്നത്. വികാരഹേതു, അസ്വസ്ഥനാകാൻ എന്ത് കാരണമുണ്ടെങ്കിലും അവൻ അസ്വസ്ഥനാകില്ല. അതാണ് ആര്? നമ്മുടെ കൃഷ്ണൻ. അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ഭക്തരുണ്ട്, കോടിക്കണക്കിന് ഭക്തരുണ്ട്. ചില ഭക്തർക്ക് ഭഗവാനെ കാമുകനായി വേണമെങ്കിൽ അതും സ്വീകരിക്കുന്നു. എങ്കിലും എങ്ങനെയാണ്? ആ ബ്രഹ്മചാരിയായിട്ട് തുടരുന്നു. അദ്ദേഹത്തിന് ഒന്നിന്റെ ആവശ്യമില്ല, കാമുകിയുടെ ഒന്നിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ഒന്നും അദ്ദേഹത്തിന് വേണ്ട മറ്റൊരാളുടെ കയ്യിൽ നിന്ന്. കാരണം അദ്ദേഹം സ്വയം പര്യാപ്തനാണ്. തന്റെ ഇന്ദ്രിയ സംതൃപ്തിക്കായിട്ട് ആരുടെയും സഹായം ആവശ്യപ്പെടുന്നില്ല. അപ്പം അദ്ദേഹം കൃഷ്ണൻ, അതിനാല് കൃഷ്ണൻ ഇന്ദ്രിയങ്ങളുടെ അധിപനായിട്ടുള്ള ഋഷികേശനാണ്. അപ്പോൾ കുറഞ്ഞ പക്ഷം ഈ കൃഷ്ണ ഭക്തരെങ്കിലും അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. മറ്റുള്ളവരില്ലെങ്കിലും കൃഷ്ണ ഭക്തരെങ്കിലും അങ്ങനെ ആയിരിക്കണം. അതിന് അനവധി ഉദാഹരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെ? ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഭക്തരുടെ നമുക്ക് ഉദാഹരണമായിട്ട് നമ്മൾ പറയാം. അവസാനം നമ്മൾ ക്ലാസ് നിർത്തുന്ന പറയാറുണ്ട് ഹരിദാസ് ഠാക്കൂറിനെ കുറിച്ച്. അപ്പം ആ ഹരിദാസ് ഠാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹം ഒരു യുവാവായിരുന്നു. അപ്പം അദ്ദേഹം ഉറച്ച മനസ്സോട് കൂടിയിട്ട് 74 മണിക്കൂറും ഭഗവാന്റെ നാമം ജപിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ആര്? ഹരിദാസ് ഠാക്കൂർ. അങ്ങനെ ഒരിക്കൽ ആ ഗ്രാമത്തിലെ ജമീന്ദാർ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ നാമജപം മുടക്കാൻ വേണ്ടിയിട്ട് അസൂയ മൂത്തിട്ട്, അല്ലെ, വേറെ മതസ്ഥന, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഒരു തെറ്റായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയെ അദ്ദേഹത്തിന്റെ ഈ വ്രതം മുടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടും. അങ്ങനെ ഇവരെന്ത് ചെയ്യും? രാത്രിയില് ഹരിദാസ് ഠാക്കൂർ ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലും. എങ്ങനെ മനോഹരമായിട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, നമുക്കറിയാം എങ്ങനെയായിരിക്കും അവർ നടക്കുന്നത്. വളരെ സുന്ദരിയായിട്ട് ചെല്ലും. അവര് എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ അടുത്ത് എന്നിട്ട് പറയും, നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ ആകൃഷ്ടയായിട്ട് ഞാൻ വന്നിരിക്കുന്നതാണെന്ന് പറയും. അപ്പം ഹരിദാസ് ഠാക്കൂർ പറയും, ശരി, അങ്ങനെയാണ് എങ്കിൽ വരൂ,
വന്നിവിടെ ഇരിക്കൂ, ഞാൻ ഈ നാമജപം ഒന്ന് പൂർത്തിയാക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സംസാരിക്കുകയോ ചെയ്യുകയോ ചെയ്യാമെന്ന് പറയും. അങ്ങനെ അവര് അവിടെ ഇരുന്നു. ഹരിദാസ് ഠാക്കൂർ എന്ത് ചെയ്തു? ആ നാമജപം തുടർന്നുകൊണ്ടേയിരുന്നു. അവരുടെ മുന്നിൽ ഒരു തുളസി മഹാറാണിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ആ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു. നമുക്കൊരു 16 റൗണ്ട് ജപിക്കാൻ തന്നെ എന്താണ് കഴിയില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം എന്താണ് 3 തവണ എന്താണ് 64 റൗണ്ടുകൾ ജപിച്ചുകൊണ്ടേയിരുന്നു, അല്ലെ? 196, 3 തവണ 64 റൗണ്ട് വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് എത്രയാണ്? അപ്പം ആരെങ്കിലും അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഈ കാലഘട്ടത്തിൽ സാധ്യമല്ല. ഈ കാലഘട്ടത്തിൽ നിന്നല്ല, അത് സംഭവിക്കാൻ പറ്റുമോ എന്ന് പോലും ഓർക്കില്ല. കാരണം ആ 164, ആ 100 എത്രയാ 196 റൗണ്ട് എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര റൗണ്ട് ഉണ്ടായിരിക്കും ജപിക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെ അദ്ദേഹം ജപിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ആയ സമയത്ത് ഈ സ്ത്രീ പറയും, പ്രഭാതമായി, അല്ലേ? അപ്പോ അദ്ദേഹം എന്ത് പറയും? നീ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് കുറച്ചുകൂടെ ജപിച്ച് തീർക്കാനുണ്ട്, നീ രാത്രിയിൽ വരാൻ പറയും. അങ്ങനെ അവര് പോയിട്ട് വീണ്ടും വരും. അങ്ങനെ 3 ദിവസങ്ങൾ കഴിയും. ആ സമയത്തേക്ക് എന്താണ് സംഭവിച്ചത്? ഈ തെറ്റായിട്ട് നടക്കുന്ന സ്ത്രീ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ ചാഞ്ചാട്ടം ഉണ്ടായിട്ട് എന്താവും? അവര് ഈ നാമജപത്തില് ആകൃഷ്ടയാകും. അവര് പറയും, എന്താണ് പറയും? ആ കാലിൽ സാഷ്ടാംഗം വീണിട്ട് പറയും, ഞാൻ നിന്നെ തെറ്റായ രീതിയിലാക്കാൻ അല്ലെങ്കിൽ മലിനമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, നീ എന്നെ രക്ഷിക്കണം എന്ന് പറയും. അപ്പോൾ ഉടൻ തന്നെ ഹരിദാസ് ഠാക്കൂർ പറയും, എനിക്കറിയാം നീ എന്തിനാണ് വന്നത് എന്ന്, എനിക്ക് നീ വന്നപ്പോൾ തന്നെ മനസ്സിലായി, അല്ലേ? അങ്ങനെ അവരും അവിടെ ഇരുന്നിട്ട് നാമം ജപിക്കാൻ തുടങ്ങി. ഹരിദാസ് ഠാക്കൂർ പറയും, നീ ഒരു കാര്യം ചെയ്യൂ, ഇന്ന സ്ഥലത്തിരിക്കൂ. അവിടെ ഒരു തുളസി ചെടിയുടെ മുന്നില് അവരെ ഇരുത്തിയിട്ട് പറഞ്ഞു, നീ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ, ഞാൻ ഇവിടെ നിന്ന് പോകുകയാണ് എന്ന്. കൃഷ്ണഭക്തി എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഇന്ദ്രിയങ്ങളുടെ മേലുള്ള പൂർണ്ണ നിയന്ത്രണം. പാടാണ്, ഒരുപാട് പാടാണ്. ഈ ഒരു കലിയുഗത്തില്, പ്രത്യേകിച്ച് ഈ സമയങ്ങളില് അതൊക്കെ നടക്കുമെന്ന് തന്നെ അത്ഭുതമാണ്. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? ശ്രമിക്കണം. കാരണം എന്താ? ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ അതിനെ നിയന്ത്രിക്കാത്തത്. അപ്പൊ ആ ഇന്ദ്രിയങ്ങളുടെ യജമാനൻ ആരാണ്? ഭഗവാനാണ്. ആ ഭഗവാനെ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങളുടെ നാഥൻ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ ചിലപ്പം സംഭവിച്ചേക്കാം കുറച്ചെങ്കിലും. അപ്പം കൃഷ്ണഭക്തി എന്ന് പറയുന്നതിലെ പ്രധാന ഘടകമാണ് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്ത് വേണം? ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. ഭഗവാന് ഇന്ദ്രിയങ്ങളുടെ മേൽ എങ്ങനെയാണോ നിയന്ത്രണമുള്ളതുപോലെ യഥാർത്ഥ കൃഷ്ണഭക്തരെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? ഇന്ദ്രിയങ്ങളുടെ മേൽ പൂർണ്ണ നിയന്ത്രണം വേണം. നമുക്ക് പലർക്കും ഉണ്ട്, അല്ലേ? എന്താണ്? നമ്മളാരും എന്താണ് 4 യമനിയമം പാലിക്കുന്നവരാണ്. അത് തന്നെ ഒരു ഇന്ദ്രിയ നിയന്ത്രണമാണ്. കാരണം പലരും നോൺ വെജും പല ആഹാരങ്ങളും കഴിച്ചിരുന്നവരാണ് പണ്ട്. പക്ഷെ പിന്നീട് അത് കാണുന്ന സമയത്ത് ആകൃഷ്ടരാവാതെ നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട്, അല്ലേ? ഇനി ഒരിക്കലും കഴിക്കില്ല, അതൊക്കെ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതും അത്രമാത്രം ഇന്ദ്രിയ നിയന്ത്രണമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യഥാർത്ഥത്തില് കൃഷ്ണഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയങ്ങളുടെ മേലെ ഒരു നിയന്ത്രണം അവർക്കുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ആര്? യമുനാചാര്യര്. അപ്പം അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? യദ്ധവതി മമ ചേത കൃഷ്ണപദാരവിന്ദേ നവനവധാമണി ഉദ്യതം രന്തും ആസിത്. യദ്ധവതി മമ ചേത കൃഷ്ണപദാരവിന്ദേ, കൃഷ്ണന്റെ പാദങ്ങളില് അഭയം പ്രാപിച്ചതിനാല് എന്താണ്? എനിക്ക് ഒരു അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദം അനുഭവപ്പെടാൻ തുടങ്ങിയതിനാൽ യദ് അവധി മമ ചിത്ത കൃഷ്ണപദാരവിന്ദേ, കൃഷ്ണപദാരവിന്ദേ,
ആ കൃഷ്ണന്റെ പാദങ്ങളില് എന്റെ ചിത്തം, എന്റെ ഹൃദയം ആ പാദകമലങ്ങളിൽ ആകർഷിക്കപ്പെട്ടതിനാല് തത് അവധി ബദനാരി സംഗമേ, അല്ലെ? തത് അവധി ബദനാരി സംഗമേ. അന്നു മുതല് ആ ഭഗവാന്റെ ചരണകമലങ്ങൾ, ആ പാതാരവിന്ദങ്ങളില് എന്റെ മനസ്സും ഹൃദയവും എല്ലാം ആകർഷിക്കപ്പെട്ടതിനാല് അന്ന് മുതൽ എന്താണ്? തത് അവധി ബദനാരി സംഗമേ, തത് അവധി, അന്ന് മുതൽ എന്താണ്? ലൈംഗിക ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഭവതി മുഖവികാര, എനിക്ക് വെറുപ്പാണ്, തുപ്പാൻ തോന്നും, അല്ലെ? ഞാൻ അതിനെ വെറുക്കുന്നു. അതാണ് എന്ത്? കൃഷ്ണഭക്തി. ആ കൃഷ്ണഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയാണ്. ഭക്തി പരേശാനുഭവ വിരക്തർ അന്യത്ര സ്യത്. ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും ആകർഷകമായ സവിശേഷത എന്ന് പറയുന്നത്, എല്ലാവരും ആകർഷിക്കുന്നത് കാമം അല്ലെങ്കിൽ ലൈംഗികതയാണ്. അതാണ് ഭൗതിക ജീവിതത്തിന്റെ അടിസ്ഥാനം. എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് രാവും പകലും കഷ്ടപ്പെടുന്നത്? ഈ ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, ഇതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുകയാണ്, അല്ലെ? യാൻ മൈഥുനാദി ഗൃഹ, അവര് വളരെയധികം ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു, അവർ ജോലി ചെയ്യുന്നു, കർമ്മികൾ, അല്ലെ? അവർ അതിനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? ആ ജീവിതത്തിലെ ആനന്ദം എന്ന് പറയുന്നത് ലൈംഗികയാണ്. എൻ മൈഥുനാദി ഗൃഹമേതി സുഖം ഹി തുച്ഛം, വളരെ മ്ലേച്ഛമായ പ്രവൃത്തികള്. പക്ഷെ അതാണ് അവരുടെ ആനന്ദം. അതാണ് എന്ത്? ഭൗതിക ജീവിതം. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ അങ്ങനെ അല്ല. അവര് കൃഷ്ണനെ പോലും അങ്ങനെയാക്കി മാറ്റും. ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ പോലും നോക്കിയിട്ടില്ലേ ഭഗവാൻ ഗോപികമാരോടൊപ്പം നിൽക്കുന്നത്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിത്രങ്ങൾ വരയ്ക്കുന്നു. ഒരിക്കലും പൂതനയെ കൊന്നതോ കംസനെ കൊന്നതോ ആയിട്ടുള്ള ഒന്നുമില്ല, അല്ലേ? അപ്പം കൃഷ്ണഭക്തരെ സംബന്ധിച്ചിടത്തോളം ഭക്തി വരണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്ത്? ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എന്താണ് വേണ്ടത്? ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ പാതാരവിന്ദങ്ങളില് ശരണം പ്രാപിക്കുക. പറയാറില്ലേ, എല്ലാവരും ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് എന്താണ്? ആ ഭഗവാൻ ഗോപികമാരുമായിട്ടുള്ള രാസലീലയുടെ ചിത്രങ്ങളും അതും അവരുടെ രീതിയിലൊക്കെ. കൃഷ്ണനെ അറിയാത്തവർക്ക് ഇതൊന്നും അറിയില്ല. ഇനി എത്രയൊക്കെ കൃഷ്ണകഥ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാലും എന്ത്? ആ ഭഗവാനെ അറിയാത്തവർക്ക് ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമല്ല. ഈ കൃഷ്ണനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആര്? വ്യാസദേവൻ എന്ത്? ശ്രീമദ് ഭാഗവതം തന്നത്, അല്ലേ? ആ കൃഷ്ണൻ എന്താണ് എന്ന് വ്യാസദേവൻ ആദ്യത്തെ 9 സ്കന്ധങ്ങളില് വിവരിച്ചിട്ടുണ്ട്. ആ കൃഷ്ണനെ വീണ്ടും മനസ്സിലാക്കാൻ എന്ത്? തുടർന്ന് 10ാം സ്കന്ധത്തില് ഭഗവാന്റെ ജനനം ആരംഭിക്കുന്നു. എന്നാൽ ഈ ദുഷ്ടന്മാർ എന്ന് പറയാം, ഈ എന്താണ് പറയാ, ഭഗവാനെ മനസ്സിലാക്കാതെ ഭഗവാന്റെ നാമം എടുത്തിട്ട് ആളാവാനും മറ്റു രീതിയിലും നടക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? മായാവാദികളും ബ്രഹ്മവാദികളും മറ്റ് ആൾക്കാരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇവർ ഈ ആദ്യത്തെ 9 വായിക്കൂല, ആദ്യത്തെ 9 കുറിച്ചും പറയൂല. ഡയറക്റ്റ് എന്ത് ചെയ്യും? രാസലീലയിലോട്ട് എടുത്തങ്ങ് ചാടും. അതാകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും നല്ല ഒരു സംഭവമാണ്, പറയുന്ന ആൾക്കും നല്ല സംഭവമാണ്. ഭഗവാനെ തേജോവധം ചെയ്യുകയും കൂടെ ചെയ്യാം അതിൻ്റെ ഇടയിലൂടെ. അപ്പം ആദ്യം വേണ്ടത് എന്താണ്? ഈ 9 സ്കന്ധങ്ങൾ ഭഗവാനെ മനസ്സിലാക്കുക. വേദാന്ത സൂത്രത്തിന്റെ നൈസർഗിക ഭാഷമാണ് ഭാഗവതം. വേദം തന്നെയാണ് ഭാഗവതം. അപ്പം നമുക്കൊരു വലിയ ഒരു മനുഷ്യൻ, ഒരു എന്താ പറയാ, സൊസൈറ്റിയിലൊക്കെ നല്ല ഒരു ഇമേജ് ഉള്ള ഒരാൾ നമ്മളൊരു സുഹൃത്തായി മാറുന്നത് പോലെ നമ്മൾ എന്താണ് വേണ്ടത്? ആദ്യം അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നീട് എന്ത്? അദ്ദേഹത്തിന്റെ കുടുംബകാര്യങ്ങളോ ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ആളുകൾ എന്ത് ചെയ്യും? ആദ്യമേ ഈ രാസലീലയിലേക്ക് ചാടി വീഴും, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കും ആൾക്കാരെ.
അതുപോലെ തന്നെയാണ് നമ്മളും ഈ പരിചയപ്പെടുന്ന വ്യക്തിയെ ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ രഹസ്യമുണ്ടെങ്കിൽ അതിലേക്കോ കുടുംബകാര്യങ്ങളിലോട്ടോ ഒക്കെ നമുക്ക് പോകാം. എങ്കിലേ ആദ്യം ആളെ മനസ്സിലാവണം എങ്ങനെയുള്ള വ്യക്തിയാണ് എന്ന്. അല്ലാതെ നമ്മൾ അത് കേട്ട് കഴിഞ്ഞാല് ഡയറക്ടറുടെ കുടുംബകാര്യോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കേട്ടിട്ട് നമ്മൾ അത് വിലയിരുത്തരുത്. ഇതിനൊരു ഓപ്പണിംഗ് ഉണ്ട്, ഇതിനൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്. അല്ല അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്, എന്താണ് അതിന്റെ സംഭവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തവരാണ് എന്ത് ഭഗവാൻ അധാർമികനാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ ഈ അധാർമികൾ എന്ന് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആ ഭഗവാന്റെ നാമം സ്വീകരിക്കുന്നതിലൂടെ, ആ നാമം ജപിക്കുന്നതിലൂടെ അധാർമികളായിട്ടുള്ള വ്യക്തികൾ എന്താണ് സദാചാരികളാകുന്നു. ഈ ഭഗവാൻ അധാർമികളാണ് എന്ന് പറയുന്ന വ്യക്തികൾ പോലും എന്താണ് ഈ ശ്രീകൃഷ്ണന്റെ പേരെടുത്തിട്ടാണ് എന്ത് അദ്ദേഹം അധാർമിക എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും കാരണം ആരാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഭഗവാൻ. ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്, അത് കേൾക്കാൻ ആളുണ്ട്, എന്നിട്ടും പറയുന്ന അദ്ദേഹം അധാർമികയാണ്, അധാർമികയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ഭഗവാന്റെ നാമം ജപിക്കുന്ന ആൾക്കാർ പോലും എന്താണ് അധാർമികര്, സദാചാരികളായിട്ട് മാറുന്നു. അപ്പം കൃഷ്ണന്റെ ശുദ്ധ ഭക്തനാകാതെ ആർക്കും എന്ത് കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലേ? കാരണം ഭഗവാൻ എന്താണ് പറയുന്നത്? ഭക്ത്യാ നാമ വിജാനാതി യാവാൻ യച്ചാസ്മി തത്വത, അല്ലെ? തത്വത, തത്വത എന്നാൽ സത്യം. ഭഗവാനെ മനസ്സിലാക്കണം, ഭക്തനാവണം. ഭക്ത്യാ നാമ വിജാനാതി, ഭക്തിയിൽ കൂടി മാത്രമേ എന്ത് ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. ആ ഭക്തി സേവന പ്രക്രിയ സ്വീകരിക്കണം. എന്താണത്? ഭക്തി ഋഷികേശ സേവനം ഭക്തിരുച്യതേ. ഋഷികേശ സേവനം ഭക്തിരുച്യതേ. ഇന്ദ്രിയങ്ങളുടെ യജമാനനായിട്ടുള്ള ഋഷികേശകന്റെ സേവകനായിട്ട് ഒരാൾ മാറുമ്പോൾ എന്ത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇന്ദ്രിയങ്ങൾ ആ യജമാനായിട്ടുള്ള ഋഷികേശന്റെ ആ സേവനത്തില് മാറ്റപ്പെടുന്ന സമയത്ത്, സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളെന്താവും? നമ്മളും ഇന്ദ്രിയങ്ങളുടെ യജമാനനാകും. കാരണം എന്താണ്? നമ്മള് ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ആരെയാണ്? ഭഗവാനെയാണ് സേവിക്കുന്നത്. ആ സമയത്ത് എന്താണ്? ഇന്ദ്രിയങ്ങളും നമുക്ക് അനുകൂലമായി മാറും. അല്ലാതെ എന്താണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. സവൈ മനകൃഷ്ണ പദാരവിന്ദയോ, അല്ലെ? ഇതാണ് ഭക്തി സേവനത്തിന്റെ പ്രക്രിയ. ഇന്ദ്രിയങ്ങളുടെ നാഥനാവാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എങ്കിൽ എന്ത് വേണം? അതാണ് ഗോസ്വാമിമാർ. ഇന്ദ്രിയങ്ങളുടെ നാഥകന അല്ലെങ്കിൽ യജമാനനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ എന്ത് വേണം? ഋഷികേശന്റെ സേവനത്തില് വ്യാപൃതമാക്കണം. അതാണ് ഏക മാർഗം, അല്ലാതെ ഒരു ഒറ്റ മാർഗവുമില്ല. നാട് വിട്ടുപോയിട്ടോ, വീട് വിട്ടുപോയിട്ടോ, കാട്ടിൽ പോയിട്ട് ഇരുന്നിട്ടോ യാതൊരു കാര്യവുമില്ല. വേറെ ഒന്നിനും അത് സാധ്യമല്ല ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ. അപ്പം വേറെ ഒരു കുഴപ്പം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ഇന്ദ്രിയങ്ങളുടെ സേവനത്തെ ആ യജമാനന്റെ സേവനത്തില് അല്ലെങ്കിൽ ആ ഭഗവാനില് നമ്മളെ ഇന്ദ്രിയങ്ങളെ ആ ഭഗവാന്റെ സേവനത്തിൽ വ്യാപൃതമാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, നമുക്ക് മടിയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക? ഉടൻ തന്നെ ഒരാൾ വരും. ആര്? മായ, അല്ലേ? മായ വരും മകനെ, വാ മോളെ എന്ന് പറയും, അല്ലേ? വാ, അവിടെ പറ്റില്ല എങ്കിൽ വന്നോ, എന്റെ സേവനത്തിൽ വരാൻ പറ്റും. അപ്പോഴെന്താവും? നമ്മള് ഇന്ദ്രിയങ്ങൾ നമ്മളെ കൈയടക്കും. പിന്നെ ഇന്ദ്രിയങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് പ്രക്രിയ. ഭഗവാനിന്റെ സേവനത്തിന് നമ്മൾ മുഴുകിയിരിക്കുന്നില്ല എങ്കിൽ ആ നിമിഷമായി നമ്മളെ കൊണ്ടുപോകും. നമ്മൾ പലരും വിചാരിക്കുന്നത് ഞങ്ങളെ ഒന്നും മായ പിടിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ കാരണം എന്താ? നമ്മൾ മായയിൽ മുങ്ങിക്കിടക്കുക. അതുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. അതാണ് ശാസ്ത്രം. എന്താണ്? കൃഷ്ണഭൂലിയ ജീവഭോഗവാഞ്ചകരെ വാസ്തമായ തരേ ജപ്പടിയാ തരേ. കൃഷ്ണനെ ഒരു നിമിഷമെങ്കിലും മറന്നാൽ ഉടൻ തന്നെ മായ അവിടെയുണ്ട്. നമുക്ക് സംഭവിച്ചത് അവിടെയാണ്.
അതാണ് അല്ലേ? നമ്മളും ആധ്യാത്മിക ലോകത്തിൽ വെച്ചിട്ട് ഭഗവാനെ ഒരു നിമിഷം മറന്നു, നേരെ ഭൗതിക ലോകത്തിലേക്ക് വന്നു വീണു. ആ മറന്നാൽ ഉടൻ തന്നെ മായ എന്ന് പറയും, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, വരൂ, ഇവിടേക്ക് വരൂ, ഇവിടെ ഇഷ്ടം പോലെ ആസ്വാദനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷത്തേക്ക് പോലും കൃഷ്ണനെ മറക്കരുത്. അതിനാൽ എന്ത് വേണം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എപ്പോഴും ഭഗവാനെ ഓർക്കുക, ഭഗവാന്റെ നാമം സ്മരിക്കുക. ആ സമയത്ത് എന്താണ്? മായയ്ക്ക് നമ്മളെ സ്പർശിക്കാനേ കഴിയുകയില്ല. അല്ലേ? മാം ഏവയെ പ്രപദ്യന്തേ മായാമേധം തരന്തിതേ. മായയ്ക്ക് തൊടാൻ പോലും കഴിയില്ല, ഹരിദാസ് ഠാക്കൂറിനെ പോലെ. കാരണം എന്താണ്? അദ്ദേഹം ഋഷികേശന്റെ സേവനത്തില് ഏർപ്പെട്ടിരുന്നു. മായ ശക്തിയോടുകൂടി വന്ന്, എന്നിട്ടും ആരാണ്? മായ പരാജയപ്പെട്ട് തിരിച്ചുപോയി. ഹരിദാസ് ഠാക്കൂർ ഒരിക്കലും പരാജയപ്പെട്ടില്ല. അതുകൊണ്ട് എന്താണ് വേണ്ടത്? ഋഷികേശനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള കൃഷ്ണനെ മനസ്സിലാക്കുക. അതാണ് അതിനുള്ള പോംവഴി. ഋഷികേശന്റെ സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ഒരു മായയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ആധ്യാത്മികതയിൽ നമുക്ക് പുരോഗമിക്കാനും സാധിക്കും. ഹരേ കൃഷ്ണ.